അവർ പറഞ്ഞു ബാധ കൂടി, പ്രേതം കയറി, അല്ലെങ്കിൽ ഡെവിൽ കയറി എന്ന് പറഞ്ഞ് എക്സോസിസം നടത്തി. സ്റ്റിൽ ഹീസ് വിത്ത് മീ. ഡോക്ടർ സണ്ണി ഹിപ്നോട്ടൈസ് ചെയ്തു, നകുലനെ ബലിക്ക് കൊടുക്കുന്നു, അങ്ങനെ പെട്ടെന്ന്. ഇൻ റിയൽ ലൈഫ് ദിസ് ഇസ് നോട്ട് പോസിബിൾ. ദ പ്രോബ്ലം ഈസ് നകുലനെ ഇല്ലെങ്കിൽ കാർന്നോരെ വധിച്ചു കഴിഞ്ഞാൽ ഷീ മൈറ്റ് സേ കാർന്നോരെ ഞാൻ കൊന്നിട്ടില്ല, ഐ ഹാവ് ടു കിൽ ഹിം അഗൈൻ. വീണ്ടും പ്രശ്നം തുടങ്ങും. ഇറ്റ് ഇസ് നോട്ട് ട്രീറ്റബിൾ. ബേസിക്കലി തെറപ്പി ഇങ്ങനെയുള്ള പേഷ്യൻസിനുള്ളത് ട്രൈ ടു അക്സെപ്റ്റ് യുവർ അതർ പേഴ്സണാലിറ്റി. ഗംഗ നാഗവലി ഉണ്ടെങ്കിൽ റിയൽ ലൈഫ് ട്രീറ്റ്മെൻറ്റ് വുഡ് ബി ബോത്ത് ഓഫ് ദം അക്സെപ്റ്റ് ഈച്ച് അതർ. അവർ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ നോക്കുക. ഈ പടത്തിനകത്ത് ഇച്ചിരി പാരാസൈക്കോളജിക്കലായിട്ട് അതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് സൈക്കിക് വൈബ്രേഷനൊക്കെ പറയുന്നു, യു ഫീൽ സംടൈംസ്. ഗംഗ നാഗവല്ലി ആകുമ്പം ആ ഒരു നോട്ടം ഉണ്ടല്ലോ, ആ നോട്ടം സംടൈംസ് യു സീ ഇൻ ദ ഐസ്, ഓക്കെ ഷീ സൈക്കോട്ടിക്. പണ്ടൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, അവരെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പേടിച്ചു. ഷീ ലുക്സ് ലൈക്ക് എ ഡെവിൽ. ആ കണ്ണിലൊരു നോട്ടമുണ്ട്, ഒരു ചിരിയും കാണുന്ന നോക്കി, ഇപ്പം എൻ്റെ കാര്യം തീർന്നു, ഐ എം ഫിനിഷ്. ദേ ഹാവ് സീൻ ദിസ് പേഴ്സൺ. ഇതൊരു ഫിക്ഷൻ അല്ല, ബട്ട് ഇറ്റ് ഇസ് എ റിയൽ ഡിസീസ്. ഒരു സ്ത്രീയാണ്, അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നു, അവർ നോർമലായിട്ട് ഇങ്ങനെ പറയുന്നത് എനിക്ക് ഇതാ വേദന. പെട്ടെന്ന് പുള്ളിക്ക് മറ്റേ ക്യാരക്ടർ, അപ്പം പുള്ളിക്ക് തന്നെ തോന്നി ഇതിപ്പം സംസാരിച്ച ആളല്ലല്ലോ, പുള്ളി വേറെ ബിഹേവിയർ കാണിക്കുന്നു, വേറെ രീതിയിൽ സംസാരിക്കുന്നു. ബട്ട് ഹി സ്റ്റിൽ ഡോക്ടറാണെന്നറിയാം, ഡോക്ടറായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നു. ദെൻ ഹി സ്വിച്ച്, ഈ സ്ത്രീ പഴയലോട്ട് തിരിച്ച് സ്വിച്ച്. ദ ട്രോമ ഇസ് സോ ടു മച്ച് ഫോർ ദ ബ്രെയിൻ. അത് താങ്ങാൻ പറ്റുന്നില്ല. ഇപ്പം ബ്രെയിൻ ആകെയുള്ളൊരു ഓപ്ഷനാണ് ഐ സ്പ്ലിറ്റ്. എന്നെ ഇവിടം വരെ എത്തിച്ചത് ആ പടത്തിൻ്റെ ഒരു ഓറ പോലൊരു ഇതാണ് എന്നെ എത്തിച്ചത്. ഹലോ നമസ്തേ, വെൽക്കം ടു മോളിവുഡ് മിക്സ് വിത്ത് മീനാക്ഷി. സോ നമ്മുടെ മലയാളത്തിൽ ലാലേട്ടൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഫോർ എവർ നമ്മുടെ ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണി. സോ ഈ ഓഗസ്റ്റ് 17 മണിച്ചിത്രത്താഴ് റിലീസ് ആവുകയാണ്. ഇറ്റ്സ് സിറ്റിംഗ് തിയേറ്റേഴ്സ് അഗൈൻ. അപ്പം ഈ ഒരു അവസരത്തിൽ വാട്ട് ഇഫ് ഐ ബ്രിങ് ദ റിയൽ ഡോക്ടർ സണ്ണി നിങ്ങളുടെ മുന്നിലേക്ക്? അതെ, അന്ന് ആ ചിത്രം കണ്ട് ഇൻസ്പയർഡ് ആയി സൈക്കാട്രി പഠിച്ച് ഡോക്ടർ സണ്ണിയെ പോലെ ഇപ്പം 28 വർഷത്തോളം സൈക്കാട്രിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ ജെമി കുര്യാക്കോസ് ആണ് ഇന്നത്തെ എൻ്റെ ഗസ്റ്റ്. സോ ഹലോ ഡോക്ടർ. ഹലോ, വെൽക്കം ടു മോളിവുഡ് മിക്സ്. സോ ഹാപ്പി ടു ഹാവ് യു. താങ്ക് യു. സോ ഞാനൊരു ചെറിയ ബ്രീഫ് നമ്മുടെ ഓഡിയൻസിന് കൊടുക്കും, നമ്മുടെ റിയൽ ലൈഫിൽ കാണാൻ പറ്റുന്ന ഒരു ഡോക്ടർ സണ്ണി ആണെന്നൊക്കെ. ആക്ച്വലി നമ്മളെല്ലാവരും സിനിമ കാണുന്നതാണ്. ചിലതിൽ നമ്മുടെ ഫേവറേറ്റ് ആക്ടറിനെ അഡ്വക്കേറ്റ് ആയിട്ട് കാണും, പോലീസായിട്ട് കാണും. ബട്ട് ഇറ്റ്സ് നോട്ട് നെസസറി. അതൊക്കെ കണ്ട അവിടെ നിന്ന് ചിലപ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു ഇൻസ്പിറേഷൻ നമുക്ക് തോന്നിയേക്കാം. ബട്ട് ഇറ്റ്സ് നോട്ട് നെസസറി നമ്മൾ ആ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യണമെന്ന്. വാട്ട് വാസ് യുവർ പോയിന്റ്? See, when I saw the movie the first time, എനിക്ക് ഡോക്ടർ സണ്ണി എന്നുള്ള ക്യാരക്ടർ വളരെ ഹുക്ഡ് ആയി. I was very connected to him. Why? Because I like the mannerisms of Dr. Sunny and his behavior. ആ eccentric character-നോട് I think I'm not the only one, that many people like this character. And the thing is, but basically he was doing a very good job. He was observing, he tried to find out what's the problem. അതുകൂടാതെ പുള്ളിയുടെ ആ രീതി, പിന്നെ പുള്ളി ആ ഡിസീസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് വളരെ സീരിയസ്. ആ എക്സെൻട്രിക് ആയിട്ടുള്ള സൈക്കാട്രിസ്റ്റ് ഏറ്റവും കൂടുതൽ സീരിയസ് ആകുമ്പം അതെല്ലാം എന്നെ കണക്ട് ചെയ്ത ഒരു സീനാണ്. അപ്പം ബേസിക്കലി ഞാനൊരു പടം കാണുമ്പം ഐ ട്രൈ ടു കണക്ട്. ഐ തിങ്ക് എവറിബഡി ട്രൈസ് ടു കണക്ട് വിത്ത് ദ ക്യാരക്ടർ. അപ്പം എനിക്ക് ആ കണക്ഷൻ ഡോക്ടർ സണ്ണിയായിട്ടുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് ഈ കഥാപാത്രം ഇഷ്ടമായപ്പം ഐ തോട്ട് വൈ നോട്ട് എ സൈക്കാട്രിസ്റ്റ്. ഇറ്റ്സ് എ സിലി തോട്ട് ബേസിക്കലി. യു സീ എ മൂവി ആൻഡ് സേ ഓ വൈ നോട്ട് എ സൈക്കാട്രിസ്റ്റ്. അപ്പം അങ്ങനെ ഞാൻ ആലോചിച്ചിരുന്നു സൈക്കാട്രിസ്റ്റ്. അപ്പം എനിക്കത് ഇഷ്ടമായി. സൈക്കാട്രിസ്റ്റ് ഇങ്ങനെ ആകാം, അങ്ങനൊരു ചിന്തയാണ് ആ ചെറുപ്പത്തിൽ. ഇങ്ങനെ ആകാം. അപ്പം ഇതിൻ്റെ ഒരു യാത്ര ഇങ്ങനെ പതുക്കെ തുടങ്ങി. ഞാനിവിടെ ഒരു കൊല്ലം ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രി. അത് എനിക്ക് ഞാൻ തിരിച്ചു പോയി. ദെൻ ഐ ഡിഡ് മൈ നഴ്സിംഗ്. അപ്പോഴും അത് സൈക്കാട്രിയിലാണ് ചെയ്തത്. മൈ പാരൻസ് വർക്ക്ഡ് ഇൻ സൈക്കാട്രി. ബട്ട് അന്നൊന്നും എനിക്കിതിനോട് വലിയ താല്പര്യമില്ല. ഐ വാസ് ഓൾസോ ഗ്രോൺ അപ്പ് ഇൻ എ സൈക്കാട്രിക് ക്യാമ്പസ്. അന്ന് പോലും എനിക്ക് സൈക്കാട്രിയോട് താല്പര്യം. ഈ പടം വന്നു, ഓക്കെ ദെയർ ഈസ് സംതിങ്. ലാലേട്ടനെ ഡോക്ടർ സണ്ണിയായി കണ്ടിട്ടാണ് ഡോക്ടർ ജെമിക്ക് ഒരു സൈക്കാട്രിസ്റ്റ് ഒരു ഇൻസ്പിറേഷൻ. അപ്പം ആ ഒരു യാത്രയിൽ നേഴ്സിംഗ് കഴിഞ്ഞ് പിന്നെ പഠിക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു തോന്നൽ, യു വാണ്ടഡ് ടു ബി എ സൈക്കാട്രിസ്റ്റ്, ദിസ് വാസ് യുവർ പ്രൈമറി എയിം. അങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ പറഞ്ഞു ഓക്കെ ഐ എം ഡൂയിങ് MBBS ജസ്റ്റ് ഫോർ സൈക്കാട്രി. ഞാൻ എല്ലാവരോടും പറഞ്ഞു ഇഫ് there is another way to be a psychiatrist and I'm ready, but the only way was going through MBBS. Okay. Well, MBBS is basically അതിനകത്ത് സൈക്കാട്രി ഉണ്ട് പഠിപ്പിക്കുമ്പം, ബട്ട് ഇറ്റ്സ് മോർ ഇൻറ്റേർണൽ മെഡിസിൻ, സർജറി, അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പം ഐ ഹാവ് ടു ഗോ ടു ദറ്റ് വേ, ബട്ട് ഐ എം നോട്ട് എ സർജൻ ഓർ ഇൻറ്റേർണൽ മെഡിസിൻ. എനിക്ക് നേരത്തെ അറിയായിരുന്നു. അങ്ങനെ എൻ്റെ യാത്ര കണ്ടിന്യൂ ചെയ്തു.
അപ്പം ഐ മെൻഷൻ ഏർലിയർ പരീക്ഷയ്ക്ക് പോലും സംടൈംസ് യു ഗെറ്റ് ഔട്ട് ഓഫ് ഫോക്കസ്, യു ആർ ട്രൈയിങ് സംതിങ് ആൻഡ് യു ആർ ഗെറ്റിംഗ് ഔട്ട് ഓഫ് ഫോക്കസ്. അപ്പം എൻ്റെ ഒരു ഫോക്കസ് ആയിരുന്നു ഇപ്പോഴും ഈ ചിത്രം. അപ്പോൾ എൻ്റെ ഫൈനൽ MBBS പരീക്ഷയ്ക്ക് എനിക്ക് കുറച്ച് കളക്ഷൻസ് ഉണ്ട് ഇതിനെപ്പറ്റി. അപ്പം ഞാൻ അന്ന് പരീക്ഷ ഹാളിൽ പോയി കാസറ്റുമായിട്ടാണ് പോയത്. എനിക്ക് മണിച്ചിത്രത്താഴിൻ്റെ ഒരു ഓഡിയോ കാസറ്റ് ഉണ്ട്, അത് അപ്രോക്സിമേറ്റ് 93 തൊട്ടുള്ള ഒരു കാസറ്റാണ്. അപ്പോൾ അത് ഞാൻ കൂടെ കൊണ്ടുപോയി. ദേ സം ബിലീവ്സ്, ഇങ്ങനൊരു നല്ല കാര്യം കൂടെ ഉണ്ടെങ്കിൽ പരീക്ഷ ബെറ്റർ, അവർ കുറച്ച് അന്ധവിശ്വാസം. അപ്പം അങ്ങനെ ഇത് കൂടെ കൊണ്ടുപോയി. അപ്പം ഈ പരീക്ഷ ടെൻഷനാകുമ്പോൾ ഇടയ്ക്ക് ഈ കാസറ്റ് നോക്കും. അപ്പോൾ നമുക്ക് ഇതാണ് ഫോക്കസ്, ഇതിനു വേണ്ടിയാണ് നീ ഇത്രയും പാടുപെടുന്നത്. അങ്ങനെ ഇത് ചെയ്തു. ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പം യു ഗോട്ട് റിയലൈസ് ചെയ്യും ഇതാ സിനിമ പോലല്ല, ദർ ഈസ് എ ലോട്ട് ഓഫ് മോർ തിങ്സ്. അല്ല ഈ സിനിമയെ കാണിക്കുന്നതിനെക്കാട്ടിൽ യു ഹാവ് ടു ലേൺ ഡിസീസ് എന്താണെന്ന് പഠിക്കുന്നു, ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താ, അതെല്ലാം പഠിക്കുമ്പം യു ഗോട്ട് റിയാലിറ്റി. നമ്മൾ തിരിച്ചു വരുന്നത് സിനിമയിൽ പോലല്ല, ഇതിങ്ങനെ ചുമ്മാ കിട്ടുന്നതല്ല, ഇതിന് സ്ട്രഗിളുണ്ട് ഇത് പഠിച്ചെടുക്കാൻ. പിന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് യു സീ ദി പേഷ്യൻസ്. അവരെ കാണുമ്പം അത് സിനിമ പോലെ തമാശയല്ല, ദേ ഹാവ് ദ പ്രോബ്ലംസ്, അവർക്ക് അവരുടെ വിഷമങ്ങൾ ബുദ്ധിമുട്ട് അതൊക്കെ കാണും. സോ യു ആർ ഫേസിങ് ദാറ്റ്. നമ്മൾ ആ ഇൻസ്പിറേഷൻ വരുന്നു, ബട്ട് യു ആർ ഫേസിങ് റിയാലിറ്റി. അപ്പം ബട്ട് സ്റ്റിൽ ഐ ലവ് ദ ജോബ്, സോ ഐ കണ്ടിന്യൂഡ്. അപ്പം 2021 എനിക്ക് എൻ്റെ MD ഫോർ സൈക്കാട്രി കിട്ടിയത്. അതിനുമുമ്പ് ഐ ഓൾറെഡി ഡിഡ് ന്യൂറോ ആൻഡ് അതർ ഫീൽഡ്, പക്ഷേ സൈക്കാട്രി 21. അപ്പോൾ എനിക്കൊരു തോന്നൽ വന്നു, ഐ ഷുഡ് ഷെയർ ദിസ്. അപ്പം ഞാൻ അന്ന് 2021 ഇത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു. ഒരു പോസ്റ്റായിട്ട് അന്ന് ഷെയർ ചെയ്തു. ബിക്കോസ് ഐ തോട്ട് ഇത് എന്നെ ഇവിടം വരെ എത്തിച്ചത് ആ പടത്തിൻ്റെ ഒരു ഓറ പോലൊരു ഇതാണ് എന്നെ എത്തിച്ചത്. അപ്പം ഐ തോട്ട് ടു ഷെയർ. അങ്ങനെ സ്റ്റിൽ ഹീസ് വിത്ത് മീ. ഡോക്ടർ സണ്ണി എന്നുള്ളൊരു ക്യാരക്ടർ ഇപ്പോഴും എവിടെയൊക്കെയുണ്ട്. ഐ ക്യാൻ ടെൽ യു ഫ്രാങ്ക്ലി ഐ വിൽ ബി നെവർ ലൈക്ക് ഹിം. അത് എന്നെക്കൊണ്ട് ആകെ ഐ ഹാവ് ഗോട്ട് എൻ്റെ ക്യാരക്ടറുണ്ട്, എൻ്റെ പേഴ്സണാലിറ്റി ഉണ്ട്, ബട്ട് സ്റ്റിൽ ഐ അഡ്മയർ ദറ്റ് ക്യാരക്ടർ. ബ്യൂട്ടിഫുൾ. ഇൻ റിയൽ ലൈഫ് ഒരു ഗംഗയെ മീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു ടു ബി ഫ്രാങ്ക്, നോ. അതാണ് സത്യമുള്ളത്. എൻ്റെ കൊളീഗ്സ്, ഐ ഹവ് ഗോട്ട് സം സൈക്കാട്രി കൊളീഗ്സ്, they have seen this personality disorder and it is there. അതൊരു ഫിക്ഷൻ അല്ല, it is a disease. This is a fact, but it is a rare disease. അതുപോലെ റെയർ ആയിട്ടുള്ള പേഷ്യൻ, അത് ഇറ്റ് ബിഗിൻസ് ഇൻ ദ ചൈൽഡ്ഹുഡ്. അത് ഈ മണിച്ചിത്രത്താഴിൻ്റെ അകത്ത് കാണിക്കും, ചൈൽഡ്ഹുഡിൽ തുടങ്ങുന്ന ട്രോമ കാരണം പേഴ്സണാലിറ്റി സ്പ്ലിറ്റ് ആകുന്നു. അപ്പം അത് റെയറാണ് കാണുന്നത്. ആൻഡ് ദ അതർ തിങ് ഈസ്, ഞാൻ ഇപ്പം ട്രീറ്റ് ചെയ്യുന്ന എബവ് 65 ആണ്. ഐ എം എ ഗെറിയാട്രിക് സൈക്കാട്രിസ്റ്റ്. അപ്പം എനിക്ക് അങ്ങനെയുള്ള പേഷ്യൻസ് വരാറില്ല. അത്രയും പ്രായം ഇപ്പം വരായിരിക്കും, ഇനി വരുന്ന പ്രായം ആകുന്നവർ ചിലപ്പം വരുമായിരിക്കും, ബട്ട് അറ്റ് ദ മൊമെൻറ്റ്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കിട്ടാറുള്ള പേഷ്യൻസ് പണ്ടുണ്ടായിരുന്ന ഇറ്റ്സ് എ പ്രീവിയസ് സ്റ്റേജ് ഓഫ് ദാറ്റ്. ദിസ് മീൻസ് ദേ ആർ ഗെറ്റിംഗ് അൺകോൺഷ്യസ്. അത് ഏകദേശം പേഴ്സണാലിറ്റി ഡിസോർഡർ സ്പ്ലിറ്റ് ആകുന്നില്ല, പക്ഷേ ആ സ്പ്ലിറ്റ് ആകുന്നതിന് മുമ്പ് അവർ ബോധം പോവാം, അൺകോൺഷ്യസ് ആകും. അല്ല, കംപ്ലീറ്റ് ഫോൾ ഔട്ട്, ബ്ലാക്ക് ഔട്ട് എന്ന് പറയത്തില്ലേ, അതുപോലെ ആകുക. അപ്പോൾ അതെൻ്റെ ഒരു പ്രീവിയസ് സ്റ്റേജ്. അതൊരു ഡിസോസിയേറ്റീവ് പേഴ്സണാലിറ്റി ഡിസോർഡറാണ് ഇപ്പം ഈ ഗംഗയുടെ ഡിസീസും ഞാൻ പറഞ്ഞ ഡിസീസും പറയുന്നത്. അപ്പോൾ അതിൻ്റെ മൈൽഡ് വേർഷൻ ഒരുപാട് പേർക്കുണ്ട്. പക്ഷേ ഇത് ഈ ബേസിക്കലി ഐ എം ഹാപ്പി ഒരു ഗംഗയെ എനിക്ക് കിട്ടാത്തത്. എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ടഫ് നട്ട്. പുള്ളിക്കാരെ ട്രീറ്റ് ചെയ്യുന്നത്, ദിസ് ഇസ് ദ ഫിക്ഷൻ ഓഫ് സിനിമ. സിനിമയ്ക്കകത്ത് ഡോക്ടർ സണ്ണി ഹിപ്നോട്ടൈസ് ചെയ്തു, നകുലനെ ബലിക്ക് കൊടുക്കുന്നു, അങ്ങനെ പെട്ടെന്ന്. ഇൻ റിയൽ ലൈഫ് ദിസ് ഇസ് നോട്ട് പോസിബിൾ. അപ്പം പുള്ളി ആ പടത്തിനകത്ത് പറയുന്നുണ്ട്, ഐ എം ഗോയിങ് അൺകൺവെൻഷണൽ വേസ്. അപ്പം അത് പറഞ്ഞ് ശരിയാ, ഞങ്ങളാണെങ്കിൽ അങ്ങനെ പോകത്തില്ല. അതൊരു ഡിഫറൻസാണ്. അത് ഞാൻ അടുത്തതായിട്ട് ചോദിക്കാൻ വരുന്നൊരു കാര്യമായിരുന്നു. അതായത് ഞാൻ ഇപ്പം സാറിനെ ഇന്റർവ്യൂ ചെയ്യാൻ വരികയെന്ന് അറിഞ്ഞപ്പോൾ ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റിയിട്ടൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം അറിയാൻ കഴിഞ്ഞൊരു കാര്യമാണ് ദാറ്റ് ഇറ്റ്സ് ഇൻക്യൂറബിൾ. ഒരിക്കലും ഒരു ക്യൂർ ഇല്ലാത്തൊരു സംഭവമാണ്. ബട്ട് ഇൻ ദ ഫിലിം ഗംഗയ്ക്ക് ആ അസുഖം മാറ്റിയിട്ട് ഇതാ പിടിച്ചോ നിന്റെ പഴയ ഗംഗയെ പറഞ്ഞിട്ടാണ് സണ്ണി കൊടുക്കുന്നത്. വേറെ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് അപ്പൊ വന്ന മറ്റൊരു സിനിമയാണ് വിക്രമിന്റെ അന്യൻ. സോ അന്യനിൽ പക്ഷെ ലാസ്റ്റ് കാണുന്നുണ്ട് that disease is still with him എന്നുള്ളത്. അപ്പം ഇപ്പം ലൈക്ക് ആഫ്റ്റർ 28 years യു ബീങ് എ സൈക്കാട്രിസ്റ്റ്, ഇപ്പം മണിച്ചിത്രത്താഴ് കാണുമ്പോൾ അത് ശരിക്കും അങ്ങനെ മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അതായത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇറ്റ് ഇസ്, ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് നോട്ട് ട്രീറ്റബിൾ. ഈ ബേസിക്കലി തെറപ്പി ഇങ്ങനെയുള്ള പേഷ്യൻസിനുള്ളത് ട്രൈ ടു അക്സെപ്റ്റ് യുവർ അതർ പേഴ്സണാലിറ്റി. അതാണ് ട്രീറ്റ്മെൻറ്റ്. യു ട്രൈ ടു അക്സെപ്റ്റ് ബോത്ത് പേഴ്സണാലിറ്റി. ഇപ്പം രണ്ട് ഗംഗ നാഗവലി ഉണ്ടെങ്കിൽ റിയൽ ലൈഫ് ട്രീറ്റ്മെൻറ്റ് വുഡ് ബി ബോത്ത് ഓഫ് ദം അക്സെപ്റ്റ് ഈച്ച് അതർ. ഗംഗയ്ക്കറിയാൻ നാഗവലി ഉണ്ട്, നാഗവലിക്കറിയാൻ ഗംഗയുണ്ടെന്ന് അവർ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ നോക്കുക. അതാണ് യു ട്രൈ ടു ട്രീറ്റ്. അല്ലാതെ
ഒരാൾ ഇല്ലാതാക്കും. ബിക്കോസ് ഇഫ് യു ടേക്ക് ഇപ്പം നാഗവല്ലിയുടെയും ഗംഗയുടെയും കേസ് ഇറ്റ്സ് റെയർ. നോർമൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇറ്റ്സ് ബേസിക്കലി പാർട്ട് ഓഫ് യു വിച്ച് ഇസ് സ്പ്ലിറ്റ്. എക്സാമ്പിൾ വെച്ചൊന്നും പറഞ്ഞു തരാമോ ഇത്? ഫോർ എക്സാമ്പിൾ, ഒരാൾ ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടാകുന്നു, അയാളുടെ പേഴ്സണാലിറ്റി സ്പ്ലിറ്റ് ആകുന്നു. ദിസ് മീൻസ് ഞാനിപ്പോൾ ഒരു ഇച്ചിരി ഈസി ആയിട്ട് പറയുകയാണ്, നമ്മളുടെ ഗുഡ് ക്യാരക്ടർ ഒരു പേഴ്സണാലിറ്റി ആണ്, നമ്മളുടെ ബാഡ്, നമ്മുടെ വാശി, ദേഷ്യം വേറെ ക്യാരക്ടർ. അത് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട്. അപ്പം ഇത് രണ്ടും കോ എക്സിസ്റ്റ് ചെയ്യുന്നു. എൻ്റെ നല്ല ക്യാരക്ടർ ഇങ്ങനെ അതിൻ്റെ ക്യാരക്ടർ സ്ട്രേറ്റ്സ് ഞാൻ പോകുന്നു, ചില സമയത്ത് എൻ്റെ ഇതായിട്ടുള്ളത് എന്ന് വെച്ചാൽ എനിക്ക് ഇടയ്ക്ക് ദേഷ്യം വരുന്നല്ല, ദി അതർ ക്യാരക്ടേഴ്സ് കംപ്ലീറ്റ് ഫുള്ളി ആംഗ്രി അഗ്രസീവായിട്ട് നിൽക്കുന്ന, മറ്റേ ആൾ വളരെ എപ്പോഴും കാമായിട്ട്. അങ്ങനെ ഒരു അത് എല്ലാവർക്കും ഈ ഇമോഷനിൽ കൂടെ തന്നെ പോകണമെന്ന്. നോ ഇതിപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് തരും. ബേസിക്കലി ഏത് ക്യാരക്ടർസ് വി ഡോണ്ട് നോ. ഈ സ്പ്ലിറ്റിംഗ് ഇറ്റ്സ് നോട്ട് ഒരു ദിവസം പറ്റുന്നതല്ല, ഇറ്റ്സ് എ പ്രോസസ്സ്. ഇതിൻ്റെ ട്രോമ വന്ന് ഓരോ സംഭവിച്ച് അത് ബേസിക്കലി സൈക്കാട്രി പറയുന്നത് ദ ട്രോമ ഇസ് സോ ടു മച്ച് ഫോർ ദ ബ്രെയിൻ. അത് താങ്ങാൻ പറ്റുന്നില്ല. അപ്പം ബ്രെയിൻ ആകെയുള്ളൊരു ഓപ്ഷനാണ് ഐ സ്പ്ലിറ്റ്. അപ്പം ഇപ്പം അങ്ങനെ ഇപ്പം എൻ്റെ ഈ സുഹൃത്ത് പറഞ്ഞ കേസ് പറയും, പുള്ളി റൗണ്ട്സ് ചെയ്തുകൊണ്ടിരിക്കും, ഈ സ്ത്രീയായിട്ട് ഒരു സ്ത്രീയാണ് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവർ നോർമലായിട്ട് ഇങ്ങനെ പറയുന്നത് എനിക്ക് ഇതാ വേദന. പെട്ടെന്ന് പുള്ളിക്ക് മറ്റേ ക്യാരക്ടർ, അപ്പം പുള്ളിക്ക് തന്നെ തോന്നി ഇതിപ്പം സംസാരിച്ച ആളല്ലല്ലോ, പുള്ളി വേറെ ബിഹേവിയർ കാണിക്കുന്നു, വേറെ രീതിയിൽ സംസാരിക്കുന്നു. ബട്ട് ഹീ സ്റ്റിൽ ഡോക്ടറാണെന്നറിയാം, ഡോക്ടറായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പം പുള്ളി ചെറിയ ഇതായി, ബിക്കോസ് ഇറ്റ്സ് റെയർ. ഇപ്പം നിങ്ങൾ പെട്ടെന്ന് ഇത് മാറുവാണെങ്കിൽ ഐ വിൽ ബി ഓൾസോ ഷോക്ക്ഡ് ഈവൻ ഇഫ് ഐ നോ ദിറ്റ് ഡിസോർഡർ. അപ്പം പുള്ളി ഷോക്ക്ഡ് എന്ന് പറഞ്ഞപ്പം ഹി ഫെൽറ്റ് അൺവെൽ. എന്താ വെച്ചാൽ ഇത് സംസാരിച്ച സ്ത്രീയില്ലല്ലോ. ദെൻ ഹി സ്വിച്ച്, ഈ സ്ത്രീ വീണ്ടും പഴയലോട്ട് തിരിച്ച് സ്വിച്ച് ബാക്ക്. ഇവർക്ക് സ്വിച്ച് ആകാൻ എന്തെങ്കിലും ട്രിഗറിംഗ് പോയിന്റ്സ് ഉണ്ടോ? ബേസിക്കലി നോട്ട്. എൻ്റെ ഒരു കൺക്ലൂഷൻ പുള്ളിയും പറഞ്ഞു, അത് ഇറ്റ് ഇസ് എന്നാ പറയുന്നത്, കാലമൊന്നുമില്ല, പെട്ടെന്ന് അങ്ങ് വരുക, സമയവും നേരമൊന്നും ഇല്ല, അത് വരുക, അങ്ങനെ വരും. ഓക്കെ. പിന്നെ ഈ ഡിസീസിൻ്റെ അകത്ത് 2 ടൈപ്സ് ഉണ്ട്. ഒബ്സെസ്ഡ് ആയിട്ട് ഇപ്പോൾ ഉണ്ട്, നോട്ട് ഒബ്സെസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പം ഗംഗ നാഗവലി കേസ് ഒബ്സെസ്ഡ് ടൈപ്പാണ്. അപ്പം ഒരു പേഴ്സണാലിറ്റിക്ക് മോസ്റ്റ് ഓഫ് ദി ടൈം അറിയാം മറ്റേ പേഴ്സണാലിറ്റി ഉണ്ടെന്ന്. ഒരാൾക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും, മറ്റേ ആൾക്ക് അറിയായിരിക്കും. അപ്പം അവിടെ അതാ ഇപ്പം ഈ പടത്തിനകത്ത് തന്നെ ചെയ്യുന്ന നകുലൻ പോയി ഗംഗയെ പോയി പറ നീ പോകണ്ട, അല്ലെങ്കിൽ ആഭരണം എടുക്കാൻ പോകണ്ട എന്ന് പറയുമ്പം സണ്ണി മേക്സ് എ വെയർ ഗംഗ ദേർ സംബഡി എൽസ് ഇൻ ഹർ. അതവിടെ ചെയ്തത് അതാണ്. അതും സൈക്കാട്രി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ആ അവെയർനെസ്സിൽ കൂടെ പെർഹാപ്സ് യു മൈറ്റ് കൺട്രോൾ. ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ മരുന്ന് ഏക്കത്തില്ല. യു കാൺ ഗിവ് എനി മെഡിസിൻ ഫോർ ദാറ്റ്. സൈക്കോ തെറാപ്പി ഉണ്ട്, പിന്നെ ഒരു പുതിയ തെറാപ്പി ഉണ്ട്, ഈഗോ സ്റ്റേറ്റ് തെറാപ്പി. അതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ 2 പേഴ്സണാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കാൻ നോക്കുക എന്നുള്ളത്. അതാണ് അതിൻ്റെ ഒരു ഫോക്കസ്. ബട്ട് ഇറ്റ്സ് എ ടഫ് നട്ട് എന്ന് വെച്ചാൽ അവിടെ കിട്ടണ ആളെ ഈ ട്രോമ, എന്ത് ട്രോമ ആണ് നമ്മൾ നോക്കണം, അത് തെറാപ്പി ചെയ്യണം. അപ്പം ദീസ് പീപ്പിൾ ആർ നോട്ട് വെരി ഹാപ്പി, അവരും സഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ പറയും, ഇപ്പം ആ നമുക്കിഷ്ടമുള്ള പേഴ്സണാലിറ്റി സംസാരിക്കും, സംടൈംസ് ബോധം പോവും. 12 തൊട്ട് 3 വരെ എന്നാ സംഭവിച്ചെന്ന് അറിഞ്ഞു. ചിലപ്പോൾ ആ സമയത്തായിരിക്കും മറ്റേ പേഴ്സണാലിറ്റി വന്നത്. അപ്പം ഈ ഞാൻ ഈ 12 തൊട്ട് 3 മണി വരെ എന്നാ ചെയ്ത് ഐ ഡോണ്ട് നോ എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പം സോ ദീസ് പേഷ്യൻസ് അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇഫ് ദേ കം ടു യു ആർ സിറ്റിംഗ് ദർ, ഇനി ഞാൻ എന്നാ ചെയ്യുന്നുള്ളൊരു. ഓക്കെ. സോ ഇത്രയും ഒരു കോൺവെർസേഷൻ ഇവിടെ നിൽക്കുമ്പോൾ സർ, ഐഡ് ലൈക്ക് ടു ഷോ യു എ ഫ്യൂ സീൻസ് ഫ്രം ദ മൂവി മണിച്ചിത്രത്താഴ്. സിനിമയിലെ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ ഞാൻ സാറിനോട് കാണിക്കാം. ആൻഡ് ആസ് ഒരു കോമൺ ഓഡിയൻസ് നമുക്ക് എല്ലാം വന്നിട്ടുള്ള ഡൗട്ട് നമുക്ക് ഡോക്ടറിനോട് ചോദിക്കാം. I hope I can answer. സാർ സിനിമ എത്ര വട്ടം കണ്ടു? ഈയിടെ ഒരാൾ ചോദിച്ചു, ഇറ്റ്സ് തിങ്ക് മോർ ദാൻ 200 times. ഓ മൈ ഗോഡ്, 200 തവണ കൂടുതൽ മണിച്ചിത്രത്താഴ് കണ്ടു? Because there was times I used to watch it regularly every day എന്നുള്ളൊരു. ആണല്ലേ? കൈൻഡ് ഓഫ് മാനിഫെസ്റ്റേഷൻ ആയിരുന്നു അത്? യെസ്. അതിലേക്ക് വരാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആട്ടോ മാനിഫെസ്റ്റേഷൻ. ഓക്കെ. யாரது யாரது? நான் சங்கரன் தம்பி. கதவத்தற. நீ யாரு? நானா? தண்டாளா? என்னையா யாருன்னு கேக்குற? நான் தாண்டா നാഗവല്ലി. അപ്പം ഇതിനകത്ത് ഡോക്ടർ സണ്ണി ശങ്കരൻ തമ്പി ആയിട്ട് നാഗവല്ലിയോട് സംസാരിക്കുകയാണ്. അപ്പം ഇങ്ങനെ വരുന്ന കേസസ് ഉണ്ടോ? അതായത് റൈവലറി ആയിട്ട് നിങ്ങൾ സ്വബോധത്തിൽ അവരുടെ റൈവലറി ഫോമായിട്ട് അവരോട് സംസാരിച്ച് എന്താണ് കേസ് എന്ന് അറിയേണ്ട രീതിയിൽ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഷ്യൻറ്റ്. ഇഫ് ദ പേഷ്യൻറ്റ്, ഇപ്പം എനിക്ക് ഈ പേഷ്യൻറ്റിൻ്റെ ഇൻഫർമേഷൻ കിട്ടാനുള്ള, യു ഹാവ് ടു അഡ്ജസ്റ്റ് ടു ദ ലെവൽ ഓഫ് ദ പേഷ്യൻറ്റ്. ഇപ്പം അഗ്രസീവ് ആണെങ്കിൽ യു ബേസിക്കലി ട്രൈ ടു കാം ഡൗൺ ദിസ് പേഷ്യൻറ്റ്. പക്ഷേ ഇപ്പോൾ ഈ കേസിൽ ഹീ വോണ്ട്സ് ടു നോ വാട്ട്സ് ഗോയിങ് ഓൺ.
അതാണ് പുള്ളിയുടെ ടാസ്ക്. അപ്പം ഈ മറ്റേ പേഴ്സണാലിറ്റിയുടെ ഒരു ദൗത്യം എന്ത്, അതാണ് പുള്ളിയുടെ അന്വേഷണം. അപ്പം അവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ കാമാക്കാനും പറ്റത്തില്ല. ഹീസ് ജസ്റ്റ് ഫോക്കസ് ഇവിടെ എന്നാ ഇനി സംഭവിക്കാൻ മതി, ഇവരെന്തിനു വന്നു എന്നുള്ളൊരു ഇതാണ്. ഞാനത് ചെയ്യാറില്ല. എനിക്ക് ആ ഒരു അഗ്രസീവ് മൂഡോ ഡ്രൈവറായിട്ട് ഐ ഡോണ്ട് ബിലീവ് ഇൻ ദറ്റ്. എന്ന് വെച്ചാൽ ആ പേഷ്യൻറ്റുമായിട്ട് ഐ ക്യാൻ സ്ട്രഗിൾ വിത്ത് ഹിം, ബട്ട് അതിനകത്തൊരു എനിക്കൊരു സക്സസ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഞാൻ ഒരു ഭയങ്കര ടെൻസ്ഡ് ആയിട്ടിരുന്ന പേഷ്യൻറ്റിനെ കൂടുതൽ പ്രൊവോക്ക് ചെയ്യുകയാണെങ്കിൽ ഹി മൈറ്റ് എക്സ്പ്ലോഡ്, ബട്ട് ഇറ്റ്സ് നോട്ട് നെസസറിലി ഇറ്റ് ഹെൽപ്സ്. അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ചിലർ ചെയ്യുന്നുണ്ട്, ബട്ട് ദേ ആർ സൈക്കാട്രിസ്റ്റ് ഹു ആർ ഡൂയിങ് ദിസ് ബിക്കോസ് ഐ സെയിങ് അങ്ങനെ എക്സ്പ്ലോഡ് ചെയ്ത് കഴിയുമ്പം ദേ ക്യാൻ ട്രീറ്റ്, ദേ ക്യാൻ ഡൂ സംതിങ്, ബട്ട് ഇറ്റ്സ് നോട്ട് മൈ പാറ്റേൺ. എനിക്ക് അങ്ങനെ ഒരു അഗ്രസീവ് ഒരു പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ഐ ലീവ് ഹിം ആൻഡ് വെയിറ്റ്, പുള്ളി എപ്പോഴെങ്കിലും കൂൾ ഡൗൺ ആണ്. അതൊരു ബിലീഫാണ്. യു ക്യാൻ ഡൂ ദാറ്റ്, ബട്ട് എനിക്ക് ഞാനത് വിശ്വസിക്കുന്നില്ല. യെസ്, ഇറ്റ്സ് ഇൻഡിവിജ്വൽ ഡിസിഷൻ അവിടെ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇസ് ദിസ് സീൻ. എന്താ ഞാൻ കൂടെ പോയാല് പോകണ്ട, விடமாட்டே விடமாட்டே. அப்ப நீ என்ன இங்க இருந்து எங்கேயும் போக விட மாட்டே. ஐயோ நாயே, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப. இன்னைக்கு துர்காஷ்டமி, ஓ ரத்தத்தை குடிச்சு ஓங்கார நடனம் விடுவேன். ഇതിനകത്ത് ഗംഗ അറിയാണ് അവർ രോഗിയാണെന്നുള്ള ഒരു കാര്യം. ആൻഡ് ഇങ്ങനെയാണ് മൂഡ് മാറി വരികയും ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള കേസസ് ലൈക്ക് വാട്ട് ഡു യു നോർമലി ഡു? അവരെ നിങ്ങളൊരു രോഗിയാണെന്ന് അവരെ കൊണ്ട് അറിയിക്കാനായിട്ട്. ഇതിപ്പോൾ സണ്ണി പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇതാണ് നകുലൻ്റെ അടുത്ത് പോവണ്ട, അല്ലെങ്കിൽ ആഭരണം എടുക്കാൻ പോവണ്ട പറയുന്നത്. ഇതിപ്പം പേഴ്സണാലിറ്റി ഡിസോർഡർ. ഐ ക്യാൻ ടെൽ യു ഫോർ എക്സാമ്പിൾ ഫോർ സൈക്കോസിസ്. ഇഫ് യു ഹാവ് എ സൈക്കോസിസ്, ഷീ ഡസൻറ്റ് ഹാവ് എ സൈക്കോസിസ്. ഞാൻ അതിനെപ്പറ്റി ഒരുപാട് റിസർച്ച് ചെയ്ത് ഇതിനകത്ത് ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു സൈക്കോസിന്റെ പല അവസ്ഥ, അല്ല തിലകൻ സാറാന്ന് തോന്നുന്നു, അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒന്ന് ഇത് ആദ്യമാണ്. അതെ, ഞാനത് കുറേ വർഷം ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തു. ഞാനും ബേസിക്കലി ബിലീവ് ഷീ ഹാസ് എ സൈക്കോസിസ്. പക്ഷേ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ അകത്ത് ഇങ്ങനൊരു സ്റ്റേജ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ റൈവലറി, ഒരാളെ കൊല്ലണം, അങ്ങനെ ടെൻഡൻസി, അത് സൈക്കോട്ടിക് ലൈക്കാണ്. പക്ഷേ ഇറ്റ് ഈസ് ഇൻ ദ പേഴ്സണാലിറ്റി ഡിസോർഡർ ദെയർ. സോ യു ഡോണ്ട് കോൾ ഇറ്റ് സൈക്കോസിസ്, ബട്ട് ഇറ്റ് ബിഹേവ്സ് ലൈക്ക് സൈക്കോസിസ്. അതാണ് ജസ്റ്റ് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഡിഫറൻസ്. പുറത്തുള്ളവൻ ഇത് വട്ടാന്ന് പറയും, പക്ഷേ സൈക്കാട്രിസ്റ്റ് അല്ല, ഇത് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ സൈക്കോസിസ് ആണ്. ഐ ടേക്ക് ദ കേസ് ഓഫ് സൈക്കോസിസ്. ഈ സൈക്കോസിസ് കേസിൽ ബേസിക്കലി ഞങ്ങൾ ജർമ്മനി ചെയ്യുന്ന യു ടെൽ ദ പേഷ്യൻറ്റ്. ഇപ്പം സൈക്കോസ് പേഷ്യൻ്റ് പറയാം, എനിക്ക് ഐ സീ ഗോഡ്, ഐ സീ സംബഡി ഡെഡ്. അപ്പം എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, സീ ഐ അണ്ടർസ്റ്റാൻഡ് ദറ്റ് യു ആർ സീയിങ് ദറ്റ്, ബട്ട് ഐ ഡോണ്ട് സീ ദറ്റ്. എനിക്കത് കാണാൻ പറ്റുന്നില്ല. എന്നിട്ട് you try to explain that it might be a disease. So nobody is accepting to tell you have got a psychosis എന്ന് പറഞ്ഞാൽ ആരും അക്സെപ്റ്റ് ചെയ്യില്ല. It's a big stigmata for people. അപ്പം you try to explain it might be a disease. അപ്പം അതിലൊരു അക്സെപ്റ്റൻസ് പതുക്കെ ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് ഇപ്പം ഇഫ് ദേ മൈറ്റ് ബി ട്രീറ്റബിൾ ഞങ്ങൾ മരുന്ന് കൊടുക്കാൻ നോക്കും. അതും ജർമ്മനി ലോ ഇറ്റ്സ് വെരി സ്ട്രിക്റ്റ്. ഇപ്പം ചുമ്മാ എനിക്കൊരാൾ സൈക്കോസിസ് അതാണ് ഈവൻ ആസ് എ സൈക്കാട്രിസ്റ്റ് എനിക്ക് ചുമ്മാ മരുന്ന് കുത്തിവെക്കാൻ പറ്റത്തില്ല. അതിനൊക്കെ മരുന്നുണ്ടോ? ഉണ്ട്. ഫോർ സൈക്കോസിസ് ഡെഫിനറ്റ്ലി മെഡിസിൻ. സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിക്കാണ് മരുന്നില്ലാത്തത്? ഇല്ല, ബിക്കോസ് അത് ആ പേഴ്സണാലിറ്റി ബേസ്. അതിന് ഇത് മരുന്ന് യു ക്യാൻ സെഡേറ്റ് ഹെയർ, കിടന്ന് ഉറങ്ങാം, അത്രയേ ഉള്ളൂ, വേറെ അസുഖം മാറുന്നില്ല. ഓക്കെ, ഇനി the next scene. മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, കാശുമാല, നെറ്റിച്ചുട്ടി. അയ്യോ, ചെലങ്കയുടെ പാട്ട് പാടുന്നു, കാര്യം പറയുന്നു, ആൻഡ് ലേറ്റർ ഓൺ പോയിട്ട് ആ ജ്വല്ലറി കാണുന്നു. അവിടെയാണ് ഓക്കെ ഷീ ഇസ് ദ പേഷ്യന്റ് എന്ന് ഡോക്ടർ തിരിച്ചറിയുന്നത്. അപ്പം ഇവിടെ എനിക്ക് രണ്ട് ഡൗട്ടാണ് ചോദിക്കാനുള്ളത്. സോ ലെറ്റ് മീ ബിഗിൻ വിത്ത് ദ ഫസ്റ്റ് വൺ. അതായത് പാട്ട് പാടാൻ അറിയാത്ത ഗംഗ തമിഴ് പാട്ട് പാടുന്നു എന്നാണ് സിനിമയിൽ പറയുന്നത്. ഇൻ റിയൽ ലൈഫ് അങ്ങനെ എന്താ പറയാ, ലൈക്ക് മുസ്ലിം ചെറിയ കുട്ടി വലിയ മുസ്ലിം സ്ത്രീയായിട്ട് സംസാരിക്കുന്നു, സംസ്കൃത ശ്ലോകം ചൊല്ലുന്നു, റിയൽ ലൈഫിൽ അങ്ങനെയൊക്കെ പറ്റുമോ? സയൻറ്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നോ. ഇഫ് ഐ ടേക്ക് മെഡിക്കൽ MBBS സൈക്കാട്രി എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. വാട്ട് പോസിബിൾ ഈസ് ഈ മറ്റേ പേഴ്സണാലിറ്റി ചെന്നിട്ട് പോയി തമിഴ് പഠിക്കുന്നു. ഈ ആദ്യം ഞാൻ ഗംഗയും നാഗവല്ലിയുടെ കേസ് എടുക്കണം. ഗംഗ അറിയുന്നില്ല നാഗവല്ലി തമിഴ് പഠിക്കാൻ പോകുന്നു, തമിഴ് ഡാൻസ് പഠിക്കാൻ പോകുന്നു, അറിയുന്നില്ല. സോ ഷീ മൈറ്റ് ബി എ ഡാൻസർ ബിക്കോസ് ആ രണ്ട് പേഴ്സണാലിറ്റി മാറിയിരിക്കും. അപ്പോൾ ഒരു പേഴ്സണാലിറ്റി അറിയത്തില്ല മറ്റേ പേഴ്സണാലിറ്റി എന്നാ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഈ നാഗവല്ലി അങ്ങനെ ഇറ്റ്സ് പോസിബിൾ. ഞാൻ വേറൊരു ഭാഷ പോയി പഠിക്കുന്നു. ഇതിപ്പം ഈ പടത്തിനകത്ത് ഇച്ചിരി പാരാസൈക്കോളജിക്കലായിട്ട് അതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമുക്കറിയാൻ മേലാത്തൊരു ഭാഷ മറ്റേ പേഴ്സണാലിറ്റി എവിടെ നിന്ന് അറിയും?
ഞാൻ തമിഴും മലയാളം പഠിച്ചിട്ടുണ്ട്. എൻ്റെ പേഴ്സണാലിറ്റി സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരാൾ തമിഴ് പറയണമെങ്കിൽ ഓക്കെ, ബട്ട് ഇഫ് ഐ നെവർ ഹേർഡ് തമിഴ്, അപ്പോൾ എനിക്കത് പറയാൻ പറ്റത്തില്ല. എനിക്കിത് കേട്ടൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് അയ്യോ ഒന്നും അല്ല, ഞാൻ പറയാം. ഇഫ് ഞാനിപ്പം മലയാളം സംസാരിക്കുന്നു, എനിക്ക് മലയാളം അറിയത്തുള്ളൂ ഫോർ എക്സാമ്പിൾ. അപ്പം എൻ്റെ പേഴ്സണാലിറ്റി സ്പ്ലിറ്റ് ആവുകയാണെങ്കിൽ മറ്റേ പേഴ്സണാലിറ്റിക്ക് തമിഴ് അറിയാൻ ഒരു വഴിയില്ല. ബിക്കോസ് മൈ ഹോൾ ലൈഫ് ഐ ഓൺലി ഹേർഡ് മലയാളം. അതാണ് അതിൻ്റെ ഫാക്ട്. ബട്ട് വാട്ട് ഐ ക്യാൻ ഡു ഇസ് എൻ്റെ മറ്റേ പേഴ്സണാലിറ്റി ഇപ്പം വേറെ ആ പേഴ്സണാലിറ്റി എനിക്ക് എന്തെങ്കിലും തമിഴ്നാട്ടിൽ പോകുമെന്ന് തോന്നല്, ജസ്റ്റ് ഗസ്, എന്നിട്ട് ആ ക്യാരക്ടർ പോയി തമിഴ് പഠിക്കുക. അപ്പം ആ ക്യാരക്ടർ തമിഴ് പഠിച്ചിരിക്കാം. എൻ്റെ ഈ പ്രൈമറി ക്യാരക്ടർ എന്നാലും തമിഴ് അറിഞ്ഞുകൂടാ. ദിസ് ഇസ് പോസിബിൾ. രണ്ട് പേഴ്സണാലിറ്റി ആവുന്നുണ്ട്. രണ്ടും ഒരാളിലും വരാം. യെസ്. പക്ഷെ എൻ്റെ സംശയം അതല്ല, ഇത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇതൊക്കെ ചെയ്യുന്നത് ഒരാൾ തന്നെയല്ലേ? ഫിസിക്കലി യെസ്. പക്ഷേ അത് ഒരു ക്യാരക്ടർ ചിലപ്പോൾ അറിയത്തില്ല. അതാണ് കുഴപ്പം. ദേ ആർ സം പേഴ്സണാലിറ്റി ഡിസോർഡർ, അത് ഈ കുളിക പറഞ്ഞിട്ടുണ്ട്, ആ സ്വിച്ചിങ് പോലും പുറത്തുള്ളവർ തിരിച്ചറിയത്തില്ല, പുറത്തുള്ളവർക്ക് പോലും മനസ്സിലാവില്ല. ദേ ആർ ബിഹേവിങ് വെരി നോർമലി, പക്ഷേ മറ്റേ ആളെ സ്പിറ്റ് ചെയ്തെന്നുള്ള നമ്മൾ അറിയുന്നില്ല. ഇനി അടുത്തത് ഈ ഒരു സീനാണ് വേർ തിലകൻ സർ വന്നിട്ട് ഇദ്ദേഹത്തെ തിരിച്ചറിയുന്നു. ബൈ ദ വേ, പ്രൊഫസർ ബ്രാഡ്ലിയെ സർ മീറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഒരുപാട് അന്വേഷിച്ചു. എനിക്ക് ഈ ബ്രാഡ്ലി ആരാന്ന് ഇതുവരെ അറിഞ്ഞുകൂടാ. അറിഞ്ഞില്ല. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ റോബർട്ട് ബ്രാഡ്ലി എന്ന് പറയുന്ന ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ട്. പക്ഷേ ഇഫ് പാരാസൈക്കോളജിയെ പറ്റി അത് ഐ ഡോണ്ട് ഫൈൻഡ് ദ ലിങ്ക് ബിറ്റ്വീൻ ഇറ്റ് അല്ലേ? ഓക്കെ, അപ്പം മേ ബി ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു മിക്സപ്പ് കൊടുത്തതായിരിക്കും. സോ ഇവിടെ ഇവർ പറയുന്നുണ്ട്, എനിക്ക് തിരുമേനിയുടെ കുറച്ച് സഹായം വേണം. ബാല്യത്തിൽ ലക്ഷ്യക്കഥകൾ കേട്ട് മന്ത്രവാദ കളങ്ങൾ കണ്ടു വളർന്നു വന്നതാണ് ഗംഗയുടെ മനസ്സ്. അവിടെ തൂകിപ്പോയ കടും ചായങ്ങൾ ഒപ്പിയെടുക്കാൻ തിരുമേനിയുടെ ഉപകരണങ്ങൾ എനിക്ക് വേണം. പിന്നെ തിരുമേനി എനിക്ക് വേണ്ടി ഒരുക്കി തരുന്ന ഒരു അറ്റ്മോസ്ഫിയർ. അപ്പൊ ഇതില് അദ്ദേഹത്തിന്റെ സയൻസിന്റെ ഒപ്പം നമ്മുടെ കൾച്ചറൽ അല്ലെങ്കിൽ മന്ത്രവാദത്തിന്റെ ഒക്കെ ഒരു ഹെൽപ്പ് എടുക്കുകയാണ്. ശരിക്കും നിങ്ങളുടെ ലൈക്ക് ഈ ഒരു കോഴ്സില് നിങ്ങൾക്ക് മെഡിക്കേഷൻ ചെയ്യുമ്പോൾ അങ്ങനെ ഇത്രയും ചെയ്യത്തില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇഫ് സംബഡി ഹാസ്, ഞങ്ങൾക്ക് കൂടുതൽ കാത്തലിക് റിലീജിയൻ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് റിലീജിയനാണ് ജർമ്മനിൽ. അപ്പം ആ റിലീജിയൻ വെച്ച് വി ട്രൈ ടു ഫിഗർ ഔട്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ ടേക്ക് എ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത ഒരു പേഷ്യൻറ്റ്, ആ പേഷ്യൻറ്റിനോട് ഞാൻ പറയും, ഡു യു ബിലീവ് ഇൻ ഗോഡ്? ഹി സേസ് യെസ്, ഐ ബിലീവ് ഇൻ ഗോഡ്. അപ്പം കാത്തലിക്സ് പറയുന്നത് യു ഷുഡൻറ്റ് ഡൈ, ദ ബിഗ് ഓൾമൈറ്റി ഡിസൈഡ്സ് ഇഫ് യു വെൻ യു ഹാവ് ടു ഡൈ. അപ്പം ചിലർക്ക് കണക്റ്റ് ആവാം. ഇപ്പം ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റിലെ ഇപ്പോൾ ഇവരെ ചെയ്യുവാണെങ്കിൽ ഇവർക്ക് കംഫർട്ടബിൾ ആക്കുന്ന സീൻ ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അവർക്ക് എന്താണോ ട്രീറ്റ്മെൻറ്റിനകത്ത് സുഖം കിട്ടുന്നത് അവർക്ക് ആ അറ്റ്മോസ്ഫിയറിൽ കൊണ്ടുവരാൻ നോക്കും. അപ്പം ഈ ഗംഗയുടെ കേസിൽ ഹി ട്രൈസ് ടു ഡു, എന്നാ പറയുന്നത്, ഇത് മിക്സപ്പ് ചെയ്യാൻ പോവുക. ഗംഗയിൽ ആ സ്റ്റേജിലോട്ട് എത്തിക്കുക. അത് പുള്ളി ആ മന്ത്രക്കളങ്ങളൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ എത്തിച്ചിട്ട് ഹീസ് ഡൂയിങ് സംതിങ് ബേസിക്കലി ഒരു സൈക്കാട്രിസ്റ്റും ചെയ്യാത്തൊരു കാര്യം പുള്ളി പരീക്ഷിച്ച് നോക്കുക. ഇപ്പം ഞാനിത് റിയൽ ലൈഫിൽ ചെയ്യുവാണെങ്കിൽ ഐ തിങ്ക് ദ സക്സസ് റേഷ്യോ വുഡ് ബി വെരി ലെസ്. ദ പ്രോബ്ലം ഈസ്, ഈ നകുലനെ അല്ലെങ്കിൽ കാർന്നോരെ വധിച്ചു കഴിഞ്ഞാൽ ഷീ മൈറ്റ് സേ ഇത് നകുലനല്ല, എൻ്റെ നകുലനെ അല്ലെ ഈ കാർന്നോരെ ഞാൻ കൊന്നിട്ടില്ല, ഐ ഹാവ് ടു കിൽ ഹിം അഗൈൻ. വീണ്ടും പ്രശ്നം തുടങ്ങുക. അത് ഞാൻ ഈയിടെ മെൻഷൻ ചെയ്തേ, ഉള്ളടക്കം അതിന് ബെസ്റ്റ് ഉദാഹരണമാണ്. ജഗദീഷ് സാറ് ഓപ്പറേഷൻ ചെയ്ത് അന്ന് അതിനകത്ത് പറയും, ഞാൻ കുതിരയെടുത്ത് മാറ്റി. ഉടനെ സൈക്കോസ് പറഞ്ഞു, അല്ല എൻ്റെ കുതിര വെള്ളയല്ല കറുത്തയാന്ന് പറഞ്ഞ് പുള്ളി വീണ്ടും എക്സൈറ്റഡ് ആകുന്നു. അതാണ് എൻ്റെ റിയാലിറ്റി. ഇപ്പം അത് വധിച്ചു കഴിഞ്ഞിട്ട് അല്ല ശരിയാണ് നമ്മൾ വിശ്വസിക്കും, ചിലപ്പം 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അയ്യോ എനിക്ക് കാരണവരെ കൊല്ലണമെന്ന് വീണ്ടും ടെംപ്റ്റേഷൻ. അതുകൊണ്ടാണ് ദ സക്സസ് റേഷ്യോ ഇസ് വെരി ലെസ്. പക്ഷേ ഇറ്റ് ഫിറ്റ്സ് ഇൻ ദ സിനിമ പെർഫെക്റ്റ്. ഒരു സിനിമയുടെ എലമെന്റ്. ഇപ്പം അതിനകത്ത് ആ ആഭരണം എടുത്ത് നോക്കിയിട്ട് ആ ചിലങ്ക കാണാതെ പോകുന്ന ഒരു സീനിലാണ് നേരിട്ട് ഗംഗ രോഗിയാണെന്ന് മനസ്സിലാക്കുന്നത്. ശരിക്കും ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഡോക്ടർ? സംടൈംസ് യു ഫീൽ ദാറ്റ്. ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സൈക്കാട്രി ഈസ് ലോട്ട് ഓഫ് നോൺ വെർബൽ ഫീലിംഗ്. യു ആർ സിറ്റിംഗ് ദെയർ ആൻഡ് ദെൻ യു ഫീൽ. അത് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, സൈക്കിക് വൈബ്രേഷൻ ഒക്കെ പറയുന്ന പോലെ യു ഫീൽ സംടൈംസ്. ഉണ്ട്. യെസ്. What do you exactly mean? ഈ psychic vibrations? അത് I can't describe you. This is something you feel. I think you get it only due to experience. If you do a lot of psychiatric patients, then you get this feeling. Mostly have that in personality disorder, psychosis. ഇപ്പം ഗംഗ നാഗവല്ലി ആകുമ്പം ആ ഒരു നോട്ടം ഉണ്ടല്ലോ, ആ നോട്ടം sometimes there's a patient sitting with psychosis, you see in the eyes, okay, she's psychotic.
അത് നമുക്ക് കാണാം. അപ്പോൾ നമുക്കറിയാം ഇത് ഷീസ് സൈക്കോട്ടിക് എന്ന്. ഷീസ് ലുക്കിംഗ് എന്നിൽ ഞാൻ ഇല്ല, ഷീസ് ലുക്കിംഗ് ത്രൂ, അങ്ങനെ ഒരു സ്റ്റേജ്. പിന്നെ നോട്ട് അക്സസബിൾ. അപ്പം ചിലർക്ക് എനിക്ക് പണ്ടൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, അവരെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പേടിച്ചു പോകും. ഷീ ലുക്സ് ലൈക്ക് എ ഡെവിൽ. ആ കണ്ണിലൊരു നോട്ടമുണ്ട്, ഒരു ചിരിയും കാണുന്ന നോക്കി ഇപ്പം എൻ്റെ കാര്യം തീർന്നു, ഐ എം ഫിനിഷ്ഡുള്ള. അത് ആ സൈക്കോസിൻ്റെ ഒരു എലിമെൻറ്റ്. ഡിപ്രഷൻ ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ യു ഫീൽ ദാറ്റ്, അവരുടെ ആ ഹെവിനെസ്, അവരുടെ ആ സങ്കടം, യു ക്യാൻ ഫീൽ ദാറ്റ്. അപ്പം നമുക്കൊരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യാം, ഇവർക്ക് ഇതുണ്ടല്ലോ. പിന്നെ ചില പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്, യു ആർ ഗെറ്റിംഗ് പെട്ടെന്ന് നമ്മൾ ആംഗ്രി ആകുന്നു ഉള്ളിൽ. ഒരു പേഷ്യൻ്റ് നമ്മളായിട്ട് നമ്മൾ ആംഗ്രി ആകുന്നു. അപ്പോൾ യു ക്യാൻ ഗെസ് ഓക്കെ ഹി ഹാസ് എ പേഴ്സണാലിറ്റി ഡിസോർഡർ, മോസ്റ്റ് പ്രോബബ്ലി നാർസിസം ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ദിസ് ഇസ് വൈ യു ആർ ആംഗ്രി ബിക്കോസ് ഹീ ഈസ് പ്രൊജക്റ്റിംഗ് ഇറ്റ് ടു മീ. അപ്പം അതിൻ്റെ അങ്ങനെ നമ്മൾ ഫീൽ ചെയ്യുക. അത് പറഞ്ഞു തരാൻ എനിക്ക് പാടാണ്. ഐ ടെൽ ഓൾസോ മൈ ജൂനിയർ ഡോക്ടേഴ്സ്, യു ഹാവ് ടു ലേൺ. നിങ്ങളുടെ ഈ പേഷ്യൻസായിട്ട് ഇടപെടും. സം ഡേ യു ഗെറ്റ് ദ ഫീലിംഗ് വാട്ട് ഇറ്റ് മൈറ്റ് ബി. ഈ സിനിമയിൽ പറയുന്നുണ്ട്, അതായത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതായത് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ കൂടി വീട്ടുകാരെല്ലാവരും കൂടെ ഇത് പ്രേതബാധയാണ് എന്നും പറയുന്നുണ്ട്. സോ വാട്ട് വാസ് എക്സാക്ട്ലി ദ പ്രോബ്ലം ഗംഗയുടെ യഥാർത്ഥ പ്രശ്നം പ്രേതബാധയായിരുന്നോ അതോ? No, I think it's like in the movie told, it's a personality disorder which she faced again. പ്രേതബാധ അതാണ് എനിക്ക് മണിച്ചിത്രത്താഴിനകത്ത് ഒന്നുകൂടി ഇഷ്ടമുള്ള. എൻ്റെ ഒരു സിനിമാ കാഴ്ചയിൽ ദിസ് ഇസ് ദ ഫസ്റ്റ് മൂവി ഹൂസ് ഡിസ്ക്രൈബ് ഈ പ്രേതബാധയല്ല, ഇറ്റ് ഈസ് എ ഡിസീസ് എന്ന് പറയുന്നത്. അതിന് മുമ്പ് ഞാനിത് കണ്ടിട്ടില്ല. നോർമലി നമ്മൾ ഹൊറർ ചിത്രങ്ങൾ കാണുന്നു, യക്ഷിക്കഥ, അങ്ങനെയുള്ളൊരു ഫോർമാറ്റാണ് കാണുന്നത്. ദിസ് ഇസ് ദ ഫസ്റ്റ് മൂവി ഫോർ മീ. ഇതിനകത്ത് ഇറ്റ് ഇസ് നോട്ട് ബാധ, ഇറ്റ് ഇസ് ബേസിക്കലി ഡിസീസ്. അത് ഇപ്പം ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. ബിക്കോസ് ഇപ്പം ജർമ്മനിലാണെങ്കിലും ദർ വർ ലോട്ട് ഓഫ് തിങ്സ് പീപ്പിൾ ഹാവ് ഡൺ. അവർ പറഞ്ഞ് ബാധ കൂടി. ഞങ്ങൾക്ക് ജർമ്മനിൽ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നു, ബവാറിയൽ എക്സോസിസം നടത്തി. പ്രേതം കയറി അല്ലെങ്കിൽ ഡെവിൽ കയറി എന്ന് പറഞ്ഞ് എക്സോസിസം നടത്തിയിട്ട് ആ ഒരു പെൺകൊച്ച് മരിച്ചുപോയി. അങ്ങനെ ഇഷ്യൂസ് ഉണ്ട്. അപ്പം സർ ഇവിടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, അതായത് പുനർജന്മം കിട്ടും എന്ന് പറഞ്ഞിട്ട് മേർഡേഴ്സ് നടക്കുന്നു, ബാധ ഒഴിപ്പിക്കല്, മന്ത്രവാദം, ലോട്ട് ഓഫ് തിങ്സ് ആർ ഹാപ്പനിങ്. അപ്പം ഇതൊക്കെ ആക്ച്വലി പാരാസൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട് പ്യൂർലി സയൻസ് വെച്ച് ക്യൂർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ? ഇഫ് യു ആസ്ക് മീ ആസ് എ സൈക്കാട്രിസ്റ്റ്, ഐ വുഡ് സേ ഇറ്റ്സ് എ സൈക്കിക് ഡിസീസ്. അതെനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ പാരാസൈക്കോളജിസ്റ്റ് ഹി മൈറ്റ് എക്സ്പ്ലെയിൻ മീ 1000 ways വൈ ഇറ്റ് ഈസ് പാരാസൈക്കോളജി. ബട്ട് ഇപ്പോൾ അറ്റ് ദ മോമെൻറ്റ് എൻ്റെ അറിവനുസരിച്ച് ഞാൻ പറയും ഇറ്റ് ഈസ് ബേസിക്കലി സൈക്കിക് ഡിസോർഡർ. നമ്മളെ പേടിപ്പിക്കാം, ടെൻഷൻ അടിപ്പിക്കാൻ കാണുന്ന രൂപം നമ്മൾ പേടിച്ചു പോകാം, പക്ഷേ ഇറ്റ് ഇസ് ബേസിക്കലി സൈക്കിക് ഡിസോർഡർ ആണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അല്ലാണ്ട് പ്രേതബാധ എന്ന് പറയുന്ന സംഭവം ഐ ഡോണ്ട് നോ ബേസിക്കലി ഐ ഡോണ്ട് നോ. എനിക്കിപ്പം ഈ ലോകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഐ നെവർ ഫെൽറ്റ് ലൈക്ക് ദാറ്റ്. ഇന്ന് രാത്രി ആയിരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഐ നെവർ ഫെൽറ്റ് ലൈക്ക് ദാറ്റ്. ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം പേഷ്യൻസ് ആയിരുന്നു. അവർ ബിഹേവ് ചെയ്യുമ്പോൾ അവർ പോവുകയും കാറുകയും ഒക്കെ ആണെങ്കിൽ ഐ ഓൾവേസ് ഫെൽറ്റ് എന്നാ പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി സയൻറ്റിഫിക്കൽ. ഐ ക്യാൻ എക്സ്പ്ലെയിൻ വാട്ട് ഇസ് ഗോയിങ് ത്രൂ. അല്ലാതെ വേറെ ബട്ട് ദേ ആർ ലോട്ട് ഓഫ് തിങ്സ് ഇൻ ദ വേൾഡ് ഐ ഡോണ്ട് നോ. ആൻഡ് പെർഹാപ്സ് ഇങ്ങനെ ഉണ്ടാകാതിരിക്കാം. പക്ഷേ അറ്റ് ദ മോമെൻറ്റ് ഐ ക്യാൻ ഡിസ്ക്രൈബ്. അത് മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴാണ് അതൊക്കെ മനുഷ്യൻ കണ്ടുപിടിക്കുന്നത്. അപ്പം പണ്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. പഴയ ഗ്രീസ് ഡോക്ടേഴ്സൊക്കെ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവർ രക്തം എടുക്കുന്നു മറ്റേ എടുക്കുന്നു, അവർക്ക് എന്നാൽ അതിനെപ്പറ്റി അറിവില്ല. സോ ഇറ്റ് മൈറ്റ് ഇപ്പം ഇനി ചിലപ്പം കുറേ വർഷങ്ങൾ കഴിയുമ്പം ഈ പാരാസൈക്കോളജിക്ക് ഒരു റീസൺ കിട്ടുമായിരിക്കും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഇറ്റ് വാസ് വണ്ടർഫുൾ ടോക്കിംഗ് ടു യു. ലൈക്ക് ദ റിയൽ ഡോക്ടർ സണ്ണിനെ മീറ്റ് ചെയ്യാൻ പറ്റിയത് സോ ഹാപ്പി. താങ്ക് യു സോ മച്ച്.